വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. അപ്പോൾ നമ്മുടെ നാളെയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. എക്സാമിലേക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ല, ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന വിശാല സമതല ഭൂമിയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സീസണുകൾ എന്ന് പറയുന്നത്. ഈ സീസണുകൾ ഒന്നുകിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ല എങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും വരാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാൻസസ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭാഗമാണ്. ഇവിടെയാണെങ്കിലോ ഒരുപാട് മക്കൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സാറേ സീസൺ എങ്ങനെ പഠിക്കും, സീസൺ എന്താ ചെയ്യേണ്ടത്, അവിടുന്ന് കാറ്റ് വരുന്നു ഇവിടുന്ന് കാറ്റ് വരുന്നു, മൺസൂൺ അങ്ങനെയാണ് മൺസൂൺ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. സാറേ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. മക്കളെ, നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ഈ ഒരു ഭാഗം പറഞ്ഞുതരാം. 4 സീസണുകൾ, 4 കാലങ്ങളാണ് നോർത്തേൺ ഇന്ത്യയിൽ ഉണ്ടാവാറുള്ളത്, ഉത്തരേന്ത്യയിൽ ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തത് ശൈത്യകാലം അഥവാ ഹോട്ട് വെതർ സീസൺ ആണ്. രണ്ടാമത്തത് ഉഷ്ണകാലം അഥവാ ഹോട്ട് വെതർ സീസൺ. നേരത്തെ ഞാൻ പറഞ്ഞൂലേ, കോൾഡ് വെതർ സീസൺ ആട്ടോ. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ കോൾഡ് വെതർ സീസൺ ആണ്. ഉഷ്ണകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോട്ട് വെതർ സീസൺ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. നാലാമത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ. അങ്ങനെ 4 സീസണുകളാണുള്ളത്. ഈ 4 നമ്മൾ പഠിക്കണം. പേര് മാത്രം പോരാ, 4 ഡീറ്റെയിലുകൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഈസിയാണ്. നിങ്ങൾ ആരും തന്നെ ഒരു കൺഫ്യൂഷനും അടിക്കേണ്ട ആവശ്യമില്ല, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത് കോൾഡ് വെതർ സീസൺ അഥവാ ശൈത്യകാലമാണ്. നല്ല തണുപ്പുള്ള കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. നല്ല തണുപ്പുള്ള കാലഘട്ടമായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആദ്യം പഠിക്കുന്നു. എക്സസീവ് കോൾഡ്, അതികഠിനമായ ശൈത്യം അനുഭവപ്പെടും. എക്സസീവ് കോൾഡാ, നമ്മൾ പറയുന്ന പോലെ ചെറിയ തണുപ്പൊന്നും അല്ല ഉണ്ടാവാം. നോർത്ത് ഇന്ത്യയിൽ അതികഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് ഇത്. ഏതൊക്കെ മാസം എന്ന് പറയുക മക്കളെ, നവംബർ, ഡിസംബർ, ജാനുവരി. അപ്പൊ നവംബറിൽ തുടങ്ങിയിട്ട് ജനുവരി വരെ അവസാനിക്കുന്ന നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 മാസങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് കോൾഡ് വെതർ സീസൺ. ഇവിടെ ഞാൻ പറഞ്ഞ വാക്കുണ്ട് എക്സസീവ് കോൾഡ്. നമ്മുടെ എപ്പോഴും നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയുടെ കാര്യത്തിൽ പറയുന്ന സമയത്ത് അവിടെ എപ്പോഴും അതിശക്തമായ ചൂടും അതിശക്തമായ തണുപ്പും ഉണ്ടാവാറ്. ചൂടെന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായ ചൂടുണ്ടാവും, തണുപ്പ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായ തണുപ്പുണ്ടാവും. അതിന്റെ കാരണം മേ ബി ഒരു 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതും കൂടെ ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും ഉണ്ടാകുക. ഡിഡ് യു നോ വൈ ദർ ഈസ് എ എക്സസീവ് കോൾഡ് വെതർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? അഥവാ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്? 4 കാരണങ്ങൾ കൊണ്ടാണ് അതിശൈത്യം സാധാരണ ഉള്ളതിലും അധികമായിട്ട് ശൈത്യം വരാനുള്ള കാരണം 4 ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ഏറ്റവും മുകളിലെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയുടെ ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും അത് ഏറ്റവും കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഓഷനിൽ നിന്ന് ഒരുപാട് അകലെയാണ്, അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു ഭാഗത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കടലുകൾ ആലോചിക്കുക. കടൽ എവിടെയുള്ളത്? ഇതാ ഇതിന് താഴോട്ടല്ലേ കടലൊക്കെ കിടക്കുന്നത്. നമ്മുടെ ഗുജറാത്തിന്റെ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടുമാണ് ആക്ച്വലി കടൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഷ്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ്, നമ്മുടെ കടലിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. കടൽ എപ്പോഴും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ആളാണ്, ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. കാരണം കടലിൽ വെള്ളമുണ്ട്, അറിയാലോ, കടലിൽ പിന്നെ കരയാവില്ലല്ലോ അല്ലെ. ഈ വെള്ളമുണ്ട്, ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, അധികം ചൂടാവാതെയും അധികം തണുപ്പാവാതെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള്, ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. വി ആർ ഫാർ അവേ ഫ്രം ദ ഓഷ്യൻ. സമുദ്രത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ആ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നോർത്ത് ഇന്ത്യൻ മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉത്തര മഹാസമുദ്രത്തിൽ മഞ്ഞ് വീഴ്ചകൾ ഉണ്ടാവും. ഒരുപാട് മഞ്ഞ് വീഴുന്ന സമയത്ത് മഞ്ഞിന്ന് നല്ല തണുത്ത കാറ്റുകളല്ലേ വരിക, അല്ല മഞ്ഞിനർത്ഥം ചൂട് കാറ്റ് വരില്ലല്ലോ. ഇല്ല, അത് തന്നെ പറയുന്നത് ഹിമാലയൻ റേഞ്ചസിൽ ഉണ്ടാവുന്ന സ്നോഫാളുകൾ എന്ന് വെച്ചാൽ ഹിമാലയൻ പർവ്വതങ്ങളിൽ ഉണ്ടാവുന്ന മഞ്ഞ് വീഴ്ചകൾ അതിശക്തമായ ശീതക്കാറ്റിന്, ദ സ്ട്രോങ് കോൾഡ് വേവ്സിന്, അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകും. അതിശക്തമായ ശീതക്കാറ്റ് വരുന്നതോട് കൂടെ അവിടെ തണുപ്പാണ്, ഓൾറെഡി തണുപ്പാണ്. ആ തണുപ്പ് ഒന്നും കൂടെ കൂടാനാണ് സാധ്യത. എന്നാൽ അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്, cold wind from the west Asia causes a frost and fog and the cold waves in the western part of the North Indian plain. പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ്. അപ്പൊ 2 സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ കോൾഡ് വിൻഡ് വീഴുന്നത്, ശീതക്കാറ്റ് വരുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന് ഹിമാലയത്തിന്റെ ഭാഗത്തു നിന്നാണ്, 2 വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്.
അല്ലെ? ഒന്ന് പശ്ചിമേഷ്യയുടെ ഭാഗത്തു നിന്നാണ്, ഒന്ന് വെസ്റ്റ് ഏഷ്യയുടെ പശ്ചിമേഷ്യയുടെയും ഹിമാലയത്തിന്റെ ഭാഗത്തെ തണുത്ത കാറ്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ തണുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു സദേൺ ഹെമിസ്ഫിയർ. സൂര്യന് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇത് എർത്ത് ആണെന്ന് വിചാരിക്കുക. എർത്തിൽ എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ഇക്വേറ്റർ ഭൂമധ്യരേഖയാണ്. ഇന്ത്യ നിൽക്കുന്ന, ഇന്ത്യയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ്. ഇന്ത്യയുടെ സ്ഥലം എന്ന് പറയുന്നത്. സൂര്യന്റെ ലൊക്കേഷൻ ഇതാ ദക്ഷിണായ രേഖയുടെ നേരെ മുകളിൽ ഇതാ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയൂലടാ, അളവ് കുറയും. അതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം എന്ന് പറഞ്ഞു. അപ്പൊ 4 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 പോയിന്റുകൾ നമുക്ക് ഈസി ആക്കിയിട്ട് എഴുതി വെക്കാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ എന്താ ആലോചിച്ച് നോക്കാതി, ഓഷ്യൻ, കടൽ ആലോചിച്ച് നോക്കാതി. രണ്ടാമത്തെ എന്താണ്, വിൻഡ് ആണ്, കോൾഡ് വിൻഡ് ആണ്. കോൾഡ് വിൻഡ് 2 സ്ഥലങ്ങളിൽ നിന്നാണ് കോൾഡ് വിൻഡുകൾ വരിക. ഏതൊക്കെ സ്ഥലങ്ങൾ മക്കളെ, ഏതൊക്കെ സ്ഥലം? ഒന്ന് ഹിമാലയത്ത് നിന്നാണ്, രണ്ടാമത്തേത് വെസ്റ്റ് ഏഷ്യ പശ്ചിമേഷ്യയിൽ നിന്നാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ 4മത്തെ കാര്യം, 1, 2, 3 പോയിന്റുകളായി. ഏറ്റവും അവസാനത്തതാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനം. ഇത്ര പഠിച്ചു വെച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ അതിശക്തം അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ ശൈത്യകാലം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്തയിലേക്ക് പോകുന്നു, ഉഷ്ണകാലം, ഹോട്ട് വെതർ സീസൺ ആണ്. ഹോട്ട് വെതർ സീസൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതാണെന്ന് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ചൂട് കാലഘട്ടം അതാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, മാർച്ച് കഴിഞ്ഞ്, മാർച്ചിലെ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ മെയ്യിലാണ് നമുക്ക് ലീവ് തരാറുള്ളത്. ആ ലീവ് നമ്മൾ എന്താ വിളിക്കാറുള്ളത്, സമ്മർ വെക്കേഷൻ എന്നാ വിളിക്കാറുള്ളത്. സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൂടായത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി ആ വെക്കേഷൻ തരുന്നത്. സോ നമ്മൾ എന്താണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹോട്ടാണ്. അതിശക്തമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അതിശക്തമായ തണുപ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിശക്തമായ ചൂടായിരിക്കും അനുഭവപ്പെടാം. എത്ര ഡിഗ്രി ആണോ, 48 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ചൂട് കൂടാറുണ്ട്. 48 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ചൂട് കൂടാറുണ്ട്. ഈ സമയത്ത് നമ്മുടെ രാജസ്ഥാൻ ഡെസേർട്ട്, നമ്മുടെ രാജസ്ഥാൻ മരുഭൂമി ഉണ്ടല്ലോ, ആ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിന്റെ പേരാണ് ലൂ എന്നൊരു കാറ്റുണ്ട്. ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റുണ്ട്. അത് രാജസ്ഥാൻ ഡെസേർട്ട് എന്ന്, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നതാണ്. അതൊന്നും കൂടെ ചൂട് കൂട്ടും. ഓൾറെഡി ചൂടുള്ള സ്ഥലത്തേക്ക് ഒരു ചൂട് കാറ്റും കൂടെ വരുന്ന, ആ ചൂട് കാറ്റിന്റെ പേരെന്താണ്, ലൂ എന്നാണ് ചൂട് കാറ്റ്. ആ ലൂ എന്ന് പറയുന്ന ഹോട്ട് വിൻഡ് വരുന്നതോടുകൂടെ അവിടെ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്, ചൂട് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ കൂട്ടുന്നു. കൂടാതെ പഠിച്ചു വെക്കാം, ഈ സമയത്താണ് ഡസ്റ്റ് സ്റ്റോം അഥവാ നമ്മൾ എന്ത് ചെയ്യുക, പൊടിക്കാറ്റുകളൊക്കെ സാധാരണ കാണാറുണ്ട്. എവിടെയൊക്കെയെന്നറിയോ, പഞ്ചാബിലും ഹരിയാനയിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ രാജസ്ഥാനിലെ ഉത്തർപ്രദേശിലും ഈ സ്ഥലങ്ങളിലൊക്കെ ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സാധാരണ കാണാറുണ്ട്. എന്നാൽ സമ്മർ സീസണിൽ ചില സമയങ്ങളിൽ മാത്രമായിട്ട് സമ്മർ സീസണിൽ എന്ത് ചെയ്യാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ആ മഴ കിട്ടുന്നത് നമ്മൾ ഈ ഒരു ഒപ്രസീവ് ഹീറ്റ്, അമിതമായിട്ടുള്ള ചൂടിൽ നിന്ന് നമുക്കൊരു സമാധാനം തരുന്ന സാധനമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഹോട്ട് വെതർ സീസണും അവിടെ പഠിച്ചു. ഇനിയാണ് മൺസൂൺ കാറ്റുകൾ. ആക്ച്വലി 2 മൺസൂണുകളാണുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിക്ചർ തന്നെ ഞാൻ വരച്ചിട്ട് പറയാം. ഈ ഒരു പിക്ചർ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ ഒരു പിക്ചർ നിങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്നുണ്ട്. ഞാൻ അതിനെ മുകളിലേക്ക് വെക്കാം, എന്നാ നിങ്ങൾക്ക് ഒന്നും കൂടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാ. യെസ്, നമ്മൾ ഈ ഒരു പിക്ചർ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പിക്ചറിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് തരാം. നമ്മുടെ സൂര്യന് നമ്മുടെ കരപ്രദേശത്ത് ആ സമയത്ത് ലോ പ്രഷർ എന്നുവെച്ചാൽ ന്യൂനമർദ്ദവും, കടലിൽ ആ സമയത്ത് ഹൈ പ്രഷർ ഉച്ചമർദ്ദവും അനുഭവപ്പെടും. അപ്പൊ ഈ ഉച്ചമർദ്ദമുള്ള സ്ഥലത്ത് ന്യൂനമർദ്ദമുള്ള സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും എന്ത് വീശാം, കാറ്റ് വീശാം. ഈ സമയത്ത് കാറ്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വീശി വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് അത് കരയിലേക്ക് എത്തുന്നതോട് കൂടെ തന്നെ നിങ്ങൾ നോക്കാം, ഇവിടെ കരയിലേക്ക് എത്തുന്നത് കൂടെ ഇത് 2 ഭാഗങ്ങളായിട്ട് അങ്ങോട്ട് മാറാണ്. 2 ഭാഗങ്ങളായിട്ട് മാറാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള കടലിന്റെ പേര് എന്താണ്, അറേബ്യൻ സീ ആണ് അഥവാ അറബിക് കടലിലാണ്. ഒന്ന് അറേബ്യൻ സീയുടെ അതിലൂടെയും പോകുന്നു. അടുത്ത കാറ്റ് ഇവിടെയുള്ള കടൽ ഏതാണ്, ബേ ഓഫ് ബംഗാൾ ഉൾക്കടലാണ്. രണ്ടാമത്തെ ബംഗാൾ ഉൾക്കടലിലൂടെയും പോകുന്നു. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, ബംഗാൾ ഉൾക്കടലിലൂടെയും അതുപോലെ തന്നെ അറേബ്യൻ സീയിലൂടെയും പോകുന്നു. ഈ 2 ബ്രാഞ്ചുകൾക്ക് 2 പേരുകളുണ്ട്, അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അറബിക് കടൽ ശാഖയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖയും. അതിൽ നമുക്ക് ബംഗാൾ ഉൾക്കടൽ ശാഖയെ കുറിച്ച് ആദ്യം പഠിക്കാം. കാരണം നമ്മൾ എന്താണ് ഇവിടെ മഴ നൽകുന്ന കാര്യത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ വായിച്ചു പറയാം. ഇത് എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ
എന്താ പറയുന്നത്, ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു, ബേ ഓഫ് ബംഗാൾ ബാങ്ക് ദാറ്റ് വാസ് മൂവ്ഡ് ത്രൂ ദ ബേ ഓഫ് ബംഗാളിലൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇവിടെയുള്ള മോയ്സ്ചർ എല്ലാം, ഇവിടെയുള്ള ജലാംശം എല്ലാം എന്ത് ചെയ്യും, എടുത്തിട്ടായിരിക്കും പോവുക. അങ്ങനെ when it is reached the സുന്ദർബൻ ഡെൽറ്റയിലൂടെ it will be moved to the land area. അത് എവിടേക്ക് പ്രവേശിക്കുന്നു, ലാൻഡ് ഏരിയയിലേക്ക്. സുന്ദർബൻ ഡെൽറ്റ അവിടെ കിടക്കുന്നത്, സുന്ദർബൻ ഡെൽറ്റയിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്നു. അവിടുന്ന് it will be divided into two, അത് രണ്ടായിട്ട് വിഭജിക്കുന്നു. ഒന്നാമത്തെ ഭാഗം this area, the eastern സൈഡിലേക്ക്, ഇതാണല്ലോ നമ്മുടെ ഈസ്റ്റ് അല്ലെ, ഇതേതാണ്, ഇത് വെസ്റ്റ് ആണ്, അഥവാ ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. അതിനെന്ത് ചെയ്യുന്നു, ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന ഭാഗം എന്ന് പറയുന്നത്, ദ ഈസ്റ്റേൺ ഏരിയയിലേക്ക് പോകുന്നത് ഇവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര സമതലമാണ്, ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. ബ്രഹ്മപുത്ര സമതലത്തിൽ ധാരാളം മഴ നൽകുന്നു. ഓക്കെ ആണല്ലോ. ശരിക്കും ഈ ബ്രാഞ്ചാണ് നമ്മൾ ചിറാപൂഞ്ചി ഇല്ലേ, ചിറാപൂഞ്ചിയിലൊക്കെ ധാരാളമായിട്ട് മഴ നൽകുന്ന ഇതാണ്. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ സുന്ദർബൻ ഡെൽറ്റ വഴി നേരെ കരയിലേക്ക് കയറുന്നു. ഇറ്റ് വിൽ ബി ഡിവൈഡ് ഇൻടു ടു, അത് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഈസ്റ്റേൺ ബ്രാഞ്ച് ഗിവ് ദം റെയിൻ ഇൻ ദ ബ്രഹ്മപുത്ര റീജൻ, ബ്രഹ്മപുത്ര ഭാഗത്ത് മഴ നൽകുന്നു. എന്നാൽ സമയത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഈ വിൻഡ് എന്ത് ചെയ്യുന്നവരോ, വെസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഈ വിൻഡ് ഗംഗാ സമതലം, ഇവിടെയുള്ള ഏതാണ്, ഗംഗറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലമാണ്. ഗംഗാ സമതലത്തിൽ ധാരാളം മഴ എന്ത് ചെയ്യുന്നു, നൽകുന്നു. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തിന് മഴ നൽകി, അതുപോലെ തന്നെ ഗംഗാ സമതലത്തിന് മഴ നൽകി. അവിടെ കിടക്കട്ടെ. അതേസമയം നമ്മൾ അറേബ്യൻ സീ ബ്രാഞ്ച്, അറബിക്കടൽ ശാഖ നേരെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. അങ്ങനെ ഉയർന്നു വന്നുകൊണ്ട് ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായിട്ട് പോയിട്ട് പഞ്ചാബ് ഹരിയാന സമതലം, ഇവിടെയുള്ള സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിലും മഴ നൽകുന്നു. അപ്പൊ ഇതിൽ ആകെയുള്ള നാലാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളായിരുന്നു. ആ ആളുടെ പേരായിരുന്നു രാജസ്ഥാൻ സമതലം. അല്ലേടാ, രാജസ്ഥാൻ സമതലത്തിൽ ആരും മഴ നൽകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്താവുന്നത്, മരുഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ബ്രഹ്മപുത്ര സമതലത്തിൽ ആര് മഴ നൽകിയിട്ടുണ്ട്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് മഴ നൽകിയിട്ടുണ്ട്. ഗംഗാ സമതലത്തിൽ ആര് മഴ നൽകിയിട്ടുണ്ട്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് മഴ നൽകിയിട്ടുണ്ട്. അതേസമയം പഞ്ചാബ് ഹരിയാന സമതലത്തിൽ ആര് മഴ നൽകി, അറേബ്യൻ സീ ബ്രാഞ്ചും മഴ നൽകി. കഴിഞ്ഞു. അത്രയേ അതിന് പഠിക്കാനുള്ളൂ. ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതാ വിശാലമായിട്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് മക്കൾ വായിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, രണ്ട് ബ്രാഞ്ചുകളാക്കി മാറ്റിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് മക്കൾ വായിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു, കോണ്ടന്റ് ആദ്യം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. എന്നാൽ അടുത്തതാണ് രണ്ടാമത്തെ മൺസൂൺ, അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്രീറ്റിംഗ് മൺസൂൺ, മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നൊക്കെ വിളിക്കുന്നതാണ്. ശരിക്കും ഈ കാറ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് കരയിൽ ആ സമയത്ത് ഹൈ പ്രഷർ എന്ന് വെച്ചാൽ ഉച്ചമർദ്ദവും കടലിൽ ന്യൂനമർദ്ദവും ആയതിന്റെ ഭാഗമായിട്ട് നേരെ എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുകയാണ്. കാറ്റ് വീശുന്ന സമയത്ത് ഇതൊരു വരണ്ട കാറ്റാണ്. കാരണം എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് മഴയൊന്നും എവിടെയും കൊടുക്കാത്ത വരണ്ടതായിട്ടുള്ള കാറ്റാണ് ഈ ഒരു കാറ്റ്. നമ്മളെ മനസ്സിലാക്കിക്കുക, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ കാര്യമായിട്ട് മഴ നൽകാറില്ല, തീരെ മഴ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ കളവായിട്ട് മാറും. ശരിക്കും എന്ത് ചെയ്യാണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഒക്കെ ഭാഗത്ത് ചെറിയ മഴകളൊക്കെ കൊടുക്കാറുണ്ട്. ചെന്നൈയിലൊക്കെ ധാരാളം മഴ നൽകുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഉത്തരേന്ത്യയുടെ ഭാഗമായതുകൊണ്ട് അതെന്താണ്, വരണ്ട കാറ്റാണെന്ന് പഠിച്ചു നോക്കാം. ഈ സമയത്ത് അനുഭവപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഒക്ടോബർ മാസത്തിൽ ഒന്നും കൂടെ ചൂട് കൂടും. ഈ ഒരു കാറ്റും കൂടെ വരുന്നതോട് കൂടെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ ചൂട് കൂടുന്നു. അതുകൊണ്ട് ഈ മാസത്തിൽ ഉണ്ടാവുന്നതാണ് ഒക്ടോബർ ഹീറ്റ് അഥവാ ഒക്ടോബർ ചൂട്. കാരണം ഓൾറെഡി ചൂടുള്ള സമയത്താണ് ഒരു വരണ്ട ചൂടുള്ള കാറ്റ് വരുന്നത്. അതോടുകൂടെ തന്നെ നമ്മളെ വടക്കു കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിൽ അഥവാ നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ സീസണിൽ നമുക്ക് എന്ത് വരുന്നു, ഒക്ടോബർ ഹീറ്റും ഉണ്ടാവുന്നു. സോ 4 മൺസൂണുകൾ അതിന്റെ ഡീറ്റെയിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റിട്രീറ്റിംഗ് മൺസൂൺ എന്നാണ് പറയാ. ഈ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഒക്ടോബർ ഹീറ്റ്, ഒക്ടോബർ ചൂട് ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് മക്കൾ നോക്കിയാൽ മാത്രം മതി. മക്കളെ ഇത്രയേ ഉള്ളൂടാ നമ്മുടെ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ സീസൺ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കോൾഡ് നമുക്കറിയാം, ഹോട്ട് നമുക്കറിയാം, മൺസൂണുകൾ ഇപ്പൊ 2 എണ്ണവും പഠിച്ചു. ഇനി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ. സോ മക്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഏതൊക്കെയാ 4 മൺസൂണുകളുടെ പേരുകൾ, മൺസൂണുകളുടെ 4 സീസണുകളുടെ 4 കാലങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ ഒന്നെല്ലാവരും കമന്റ് ചെയ്തോ. ഇനിയുള്ളത് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഇന്ന് കൃത്യം 7 മണിക്ക്. 100% ഷുവർ ക്വസ്റ്റ്യൻ മക്കളെല്ലാവരും ഉണ്ടായിരിക്കണം. മക്കളെ നമ്മളിന്ന് ചോദ്യങ്ങളും പറയും, ഉത്തരങ്ങളും പറയും. നമുക്ക് അവിടെ കാണാം. ടാറ്റാ, ബൈ.